നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി അറിയേണ്ട കാര്യങ്ങളാണ്. അതായത് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയങ്ങൾ എന്ന് പറയുന്നത് മുഖക്കുരു, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രോതാക്കൾ വിളിക്കുക ആ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് അനൂപ് ലൈഫ് കെയറിലെ ഡോക്ടർ, അതായത് കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടർ അപർണ കൃഷ്ണയാണ്. അപ്പോൾ ഡോക്ടറിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്താണ്, നമുക്ക് ആദ്യം തന്നെ ഡോക്ടറിന്റെ ആ ഒരു സ്ഥാപനത്തെ കുറിച്ചൊന്ന് പറയാമോ? അനൂപ് ന്യൂ ലൈഫ് കെയർ എന്ന് പറയുന്നത് ഒരു 30 വർഷത്തിന് മുന്നേ ഉള്ള ഒരു ജേർണിന്നാണ് ഇപ്പോഴത്തെ അനൂപ് ന്യൂ ലൈഫ് കെയറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരു 30 വർഷം മുന്നേ എന്റെ ഫാദർ ഡോക്ടർ ഉണ്ണികൃഷ്ണനായിരുന്നു. ഒരു ആയുർവേദ യൂണിറ്റ് IP പേഷ്യന്റുമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 2018 ആയപ്പോൾ എന്റെ ബ്രദർ ഓർത്തോപീഡിഷ്യനാണ്. പുള്ളിക്കാരൻ അതൊരു ഓർത്തോ സെന്റർ ആക്കി. ഇപ്പോൾ പുള്ളിക്കാരനില്ല. നമുക്ക് അനൂപ് ന്യൂ ലൈഫ് കെയർ അതിനുശേഷമാണ് പിറവിയെടുത്തത്. അനൂപ് ന്യൂ ലൈഫ് കെയറിൽ നമുക്ക് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമുക്ക് സ്കിൻ ആൻഡ് കോസ്മെറ്റോളജി ഉണ്ട്, ഒരു ആയുർവേദ യൂണിറ്റ് ഉണ്ട്, അതേപോലെ ഒരു വെൽനസ് യൂണിറ്റ് ഉണ്ട്. ഇതിൽ തന്നെ ന്യൂട്രിഷൻ, ഡയറ്റ്, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിലാണ് വെൽനസ് യൂണിറ്റ് പോകുന്നത്. വെൽനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എന്താണ് വെൽനസ് എന്നുള്ളത്. അത് വെൽനസ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രിവെൻഷൻ ഓഫ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വെച്ചാൽ നമുക്കൊരു ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടും നോക്കുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമുക്കൊരു കോള് വെയിറ്റ് ചെയ്യാണ്. ആരാ നോക്കാം. ഹലോ നമസ്കാരം. നമസ്കാരം, ഡോക്ടർ അപർണയാണോ? അതെ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഡോക്ടർ, എന്റെ പേര് കുമാർ എന്നാണ്. അപ്പൊ എനിക്ക് സ്കിന്നിൽ ചെറിയ ചെറിയ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് വരുന്നു. അതങ്ങനെ മാറ്റാൻ മറ്റേ മാർഗം വല്ലതും ഉണ്ടോ? കൂടുതലും നെറ്റിയിലാണ്. പിന്നെ മൂക്കിൽ ഇങ്ങനെ രോമം ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് കിളിക്കും. അത് ഷേവ് ചെയ്യുമ്പോഴും പെട്ടെന്ന് കിളിക്കും. അത് മൂവ് ചെയ്യാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വല്ലതും ഉണ്ടോ? ബ്ലാക്ക് ഡോട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും മുഖത്തിന്റെ സൈഡിലാണോ, കവിളുടെ സൈഡിലായിട്ടാണോ ഉള്ളത് കൂടുതലും? അതെ അതെ. അത് നമുക്ക് കൂടുതലും സൺ എക്സ്പോഷർ കൂടുതലായിട്ടുള്ള ആളാണോ, ഒരുപാട് വെയിൽ കൊള്ളുന്ന ആളാണോ? വെയില് കൊള്ളുമായിരുന്നു, ഇപ്പം കൊള്ളുന്നില്ല. ഇല്ല, കൊള്ളുമ്പോഴാണോ കൂടുതലായിട്ട് വരുന്നത് ആ ബ്ലാക്ക് ഡോട്ട്? അതെ അതെ. അപ്പോൾ അത് കൂടുതലുമായും അത് ഫ്രെക്കിൾസ് എന്ന് പറയും. നമ്മള് ചെറിയ ഡോട്ട് പോലെ വരുന്നത് നമ്മളത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നേരായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം നമുക്കൊരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും? നമ്മുടെ ക്ലിനിക്കിൽ വിളിച്ച് ചോദിച്ചാൽ മതിയാവും. അതിന്റെ ഡീറ്റെയിൽസ് നമ്പർ നമുക്ക് എങ്ങനെ കിട്ടും? അത് ഷെയർ ചെയ്യാം, നോക്കാം. പിന്നീട് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും ചേട്ടാ. ഓക്കെ. അപ്പൊ ഈ മൂക്കില് പെട്ടെന്ന് വളരുന്ന അമിത രോമ വളർച്ചയും എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. മൂക്കിൽ വളരുന്ന രോമം വെള്ള നിറത്തിലുള്ളതാണോ അതോ കറുപ്പ് നിറമാണോ? ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ചർമ്മത്തെ നേരിടുന്നത്? നമുക്ക് പ്രധാനമായ ഒരു കോസ്മെറ്റോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കൂടുതലും മുഖക്കുരു, പിഗ്മെന്റേഷൻ ഡിസോർഡേഴ്സ്, അമിതമായ രോമ വളർച്ച, പെൺകുട്ടികളിലുള്ള മുഖത്തിലുള്ള രോമ വളർച്ച, അല്ലെങ്കിൽ മുടി കൊഴിച്ചില്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്, പ്രധാനമായിട്ടും വരുന്നത്. അതെ, പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോ മുഖക്കുരു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഏത് ഒരു കൗമാരക്കാരായാലും പ്രായം ചെന്നവരിലായാലും മുഖക്കുരു വരുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ്. പക്ഷെ ഇത് വന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ പാടുകൾ പോകാനായിട്ട് എന്തെങ്കിലും ചികിത്സകൾ ലഭ്യമാണോ? തീർച്ചയായും. നമുക്കൊരു 15 തൊട്ട് 35 വയസ്സ് വരെയുള്ള പ്രായക്കാരിലാണ് കൂടുതലുമായിട്ടും ഈ മുഖക്കുരു പ്രശ്നം കാണുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ പിഗ്മെന്റേഷൻ അഥവാ ഈ കറുത്ത പാടുകൾ വരാതിരിക്കാനായിട്ടും കുരു പൊട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളത് പെട്ടെന്ന് ഒരു വേഗത്തിന് വേണ്ടിയിട്ട് ആ ഒരു കുരു അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാനാണ് ആദ്യമേ നോക്കുന്നത്. പൊട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിഹാര മാർഗം. പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി പിഗ്മെന്റേഷൻ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളത് പൊട്ടിച്ചതിന്റെ ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ടുള്ള പിഗ്മെന്റേഷൻ വരും. അതിന് നമ്മൾ കൂടുതലായിട്ടും പേഷ്യന്റിനെ കാണും. ആളെ കണ്ടിട്ട് നമുക്കതെങ്ങനെ, ഇപ്പൊ ക്രീംസ്, ടോപ്പിക്കൽ ആയിട്ടുള്ള മരുന്നുകൾ മതിയോ അതോ? അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഹലോ ഡോക്ടറെ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ. ഡോക്ടർ, എന്റെ പേര് സുജയനാണ്.
പറഞ്ഞോളൂ സുജ. എനിക്കൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ എന്റെ ലിപ്സ് നല്ല പിഗ്മെന്റഡ് ആണ്. അപ്പം ജന്മന തന്നെ എന്റെ ലിപ്സ് കുറച്ച് ഡാർക്കാണ്. പക്ഷെ ഇപ്പൊ എനിക്കിപ്പോ 45 എബോ ആയി. ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ നല്ല ഡാർക്ക് ആയിട്ടുണ്ട്. അപ്പൊ അത് മാറ്റാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ആദ്യമേ തന്നെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ താഴെയായിട്ട് നമ്മുടെ ചർമ്മത്തിൽ സൺസ്ക്രീനുകൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ലിപ്സിൽ SPF ഉള്ള ഒരു ലിപ് ബാം ഇടുക എന്നുള്ളതാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. SPF ഉള്ള ലിപ് ബാം ഇടുക. അതിന്റെ മേളിൽ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് കൊണ്ടുണ്ടാവുന്ന ഹാം കുറവായിരിക്കും. അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ കുറവായിരിക്കും ചുണ്ടിലോട്ട്. പിന്നെ അതേപോലെ അലർജി പ്രശ്നങ്ങളോ ഹോർമോണൽ ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തൈറോയ്ഡ് ഇഷ്യൂസോ PCODയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടും നമുക്ക് ലിപ് പിഗ്മെന്റഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നേരിട്ട് കണ്ടതിന് ശേഷമാണ് എങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്, നമ്മൾ പുറമെ അപ്ലൈ ചെയ്യാനുള്ള ക്രീമുകൾ മതിയോ അതോ ട്രീറ്റ്മെന്റിലോട്ട് പോകണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ കളറിങ് കൊടുക്കാറുണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമായിരിക്കും? നമുക്ക് ആദ്യമേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിപ് പിഗ്മെന്റേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു അസസ്മെന്റ് എടുക്കണം. ഒരുപാട് പിഗ്മെന്റേഷൻ ആണ് എന്നുള്ളൊരു കേസിലാണ് നമ്മൾ ലിപ് മൈക്രോ പിഗ്മെന്റേഷൻ, അതൊരു സെമി പെർമനന്റ് മേക്കപ്പ് ടെക്നിക്കാണ്. ആ ഒരു ടെക്നിക്കിലേക്കൊക്കെ പോകുന്നത്. ഇല്ല, നമ്മൾ ടാറ്റു ഇങ്ക് പോലുള്ള അല്ല, നമ്മൾ മെഡിക്കൽ ഗ്രേഡ് ഡൈസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതും നമ്മൾ എത്ര സെഷൻ വേണ്ടി വരും ഇതെല്ലാം നമ്മൾ ആളെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് പറയുന്നത്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ നമുക്ക് മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരോട് നോക്കാം. ഹലോ നമസ്കാരം ചേച്ചി. നമസ്കാരം. ഓക്കെ, ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ, ഹലോ നമസ്കാരം ഡോക്ടർ. എന്റെ പേര് രഞ്ജിനി. ഡോക്ടർ, എന്റെ ചേച്ചിയുടെ മോന്റെ മുഖത്ത് ഈ മുഖക്കൊരു ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അത് മാറാൻ വല്ല മരുന്നുണ്ടോ? മോന് എത്ര വയസ്സായി? മോനിപ്പം 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സ്. 18 വയസ്സ്. എത്ര നാളായിട്ടുണ്ട് മുഖക്കുരു? ഒരുപാട് നാളായിട്ടുണ്ട്. ശരി. എങ്ങനെ, പഴുപ്പുള്ള കുരുക്കളാണോ അതോ ചെറുതാണോ? വലിയ രീതിയിലുള്ള കുരുക്കളാണോ? അത് വലിയ രീതിയിലുള്ളത്. വലിയ രീതിയിലുള്ള കുരുക്കളാണ്. മോന്റെ മുഖം എണ്ണമയം കൂടിയ പ്രകൃതമാണോ മുഖം? അങ്ങനെയാണ്. നമുക്ക് സാധാരണ മുഖക്കുരു വരുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അത്രയും മുഖക്കുരു വരുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ട് ഒരു അസസ്മെന്റ് ചെയ്തിട്ടേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നേരിട്ട് കണ്ടതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് ആ കുരു വരുന്നതെന്നും അതിന്റെ ഒരു മാനേജ്മെന്റ് അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാം എന്നുള്ളതും അറിയാൻ പറ്റുള്ളൂ. സാധാരണ നമുക്ക് ചില കുട്ടികൾക്ക് ഡാൻഡ്രഫ് ഉള്ളത്, താരൻ ഉണ്ടത് കൊണ്ട് താരൻ തലേന്ന് മുഖത്തോട്ട് വന്ന് കിടക്കുന്നത് കൊണ്ട് നെറ്റിയിലും മുഖത്തോട്ടും ഒക്കെ കുരു വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നേരിട്ട് കണ്ടതിന് ശേഷമേ നമുക്ക് എന്ത് ട്രീറ്റ്മെന്റാ വേണ്ടി വരും, അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് ഇത് മാനേജബിൾ ആണോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുള്ളൂ. ശരി ഡോക്ടർ. അവരിപ്പം ഇവിടെ അല്ല ഡോക്ടർ, അവര് അങ്ങ് കൊടിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഒരു ഡോക്ടർ സഹായം തന്നെ നേടേണ്ടി വരും ഇതെന്തുകൊണ്ടാണ് അങ്ങനത്തെ കുരുക്കള് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇത് മുഖം മൊത്തത്തിൽ ഉണ്ട് ഡോക്ടർ. അതെ അല്ലേ? അപ്പൊ അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ, എന്തുകൊണ്ടാണ് അത്രയും വരുന്നത് എന്നുള്ളത്. ഓക്കെ രഞ്ജിനി, അപ്പോൾ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ നമുക്ക് അടുത്തൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യാണ്. ഹലോ നമസ്കാരം. ഡോക്ടറെ നമസ്കാരം. ഡോക്ടറെ നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ ശരീരത്തെ 72 വയസ്സുണ്ട്. ശരീരമാസകാലത്തിൽ ഒരു തേമ്മൽ പോലുള്ളത് വന്നിട്ട് വിയർക്കുമ്പോ അവിടെ ചൊറിയും. മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ല. ഇത് ബാക്കിലെ മുതുകത്തൊക്കെ ഒരുപാടുണ്ട്. അത് ചൊറിയാൻ വലിയ പാടാ. കുളിക്കുമ്പം അവിടെ കയറി തടിക്കും. കഴിയുമ്പോ അങ്ങ് മാറും. അച്ഛന് ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണോ? ഷുഗർ ഒക്കെ ഉള്ളതാണോ? ഇല്ല. ഷുഗർ ഇല്ല, പ്രഷറുണ്ട്. അത് ഗുളികയും കഴിക്കുന്നുണ്ട്. ശരി. ഇത് നമ്മളിപ്പോ അച്ഛൻ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ നേരിട്ട് കണ്ടതിന് ശേഷമേ നമുക്കത് അസസ്മെന്റിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ.
അതൊന്ന് നേരിട്ട് കാണിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ ഓക്കെ, അത് നേരിട്ട് ഒന്ന് കാണാം. ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ചിട്ട് ശരി, അവിടെ വരാം. ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. അപ്പോൾ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ നമസ്കാരം. ഹലോ, ഞാൻ എന്റെ പേര് മഞ്ജു എന്നാണ്. ഓക്കെ ചേച്ചി, ഡോക്ടർ ഞാൻ എന്റെ മോന് വേണ്ടിയിട്ടാണ്. മോനിപ്പം 16 years ആയി. ഒരു 1.5 വർഷമായിട്ട് അവന്റെ മുഖത്ത് നിറയെ മുഖക്കുരു ഇതുണ്ട്. തലയിൽ മുഴുവനും ചാരണമുണ്ട്. ഈ മുഖത്തെ മുഖക്കുരു നല്ല കുഞ്ഞു കുഞ്ഞു കുരുകുരുപ്പ് പോലെ ചെറുതായിട്ട് ഇങ്ങനെ അത് നിറച്ചായിട്ടുണ്ട്. ചിലപ്പോ 1-2 എണ്ണമൊക്കെ അങ്ങ് വലുതാവും, പഴുക്കുന്നുണ്ട്. ഇതുവരെയെങ്കിലും ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഡോക്ടർമാരെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണോ? അല്ല, ഇല്ല, ഇതുവരെ കാണിച്ചിട്ടില്ല. മോന് സാധാരണ എണ്ണമയമുള്ള പ്രകൃതമാണോ? ആ, എണ്ണമയമുള്ള മുഖമാണ് മോന്റേത്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഈ കുരുക്കള് വരാതിരിക്കാനായിട്ട് നമ്മൾ ഫേസ് വാഷസ് അതേപോലെ അതിന്റെ കൂടെ അപ്ലൈ ചെയ്യുന്ന മരുന്നുകളൊക്കെ ഉണ്ട്. അത് അപ്ലൈ ചെയ്തൊക്കെ വരുമ്പോഴാണ് ഇത് പതിയെ പതിയെ ഇതിന്റെ നമ്പറുകളൊക്കെ കുറയുന്നത്. അതുപോലെ നമുക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ എന്തുകൊണ്ടാണ് അത്രയും കൂടുന്നത്, താരൻ്റെതാണോ അതോ വേറെ പ്രശ്നങ്ങൾ. അത് 16 വയസ്സെന്ന് പറയുമ്പോൾ ഒരു പ്യൂബർട്ടി അല്ലെങ്കിൽ ഒരു ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പൊ അതിന്റെ കൊണ്ടാണോ താരന്റെ ആണോ എന്നൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് അസസ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഡോക്ടറുടെ ക്ലിനിക്ക് എവിടെയായിട്ട്? നമ്മുടെ ക്ലിനിക്ക് ടൗൺ അതിർത്തിയിലാണ്, കടപ്പാക്കട. അനൂപ് ന്യൂ ലൈഫ് കെയർ എന്നാണ്. ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ സാറേ, ഡോക്ടർ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് 54 വയസ്സുണ്ട്. എനിക്ക് കോൺക്രീറ്റിന്റെ വർക്കാ. പറഞ്ഞു. അപ്പം ഈ കോൺക്രീറ്റിന്റെ സിമെന്റ് എല്ലാം കൂടെ ചേർന്ന് ഈ കാലിലെ എണ്ണമയം എല്ലാം പോയി. അപ്പൊ ഈ കാല് വെടിച്ചു കീറുന്നു. ചെറുതായിട്ട് നമ്മുടെ കാലിന്റെ ഒരു വരയുണ്ടല്ലോ, അവിടെ ചെറുതായിട്ടൊരു ഇതുപോലെ വരത്തുള്ളൂ. പിന്നെ അതങ്ങ് ആ വര മൊത്തം ഈ കാല് വെടിച്ചു കീറുന്നതാണോ പ്രശ്നം, അതോ പൊടി തട്ടിയിട്ടുള്ള അലർജിയോ ചൊറിച്ചിലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ തലേന്ന് ഭയങ്കര ചൊറിച്ചില്ല. ചൊറിച്ചില് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ വെടിച്ചു കീറുക. എപ്പോഴും ആ പൊടി തട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ അലർജിയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കഴിയുന്നതും ആ കാലിൽ പൊടി തട്ടാതിരിക്കുന്ന എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് എന്ന് വെച്ചാൽ ആ ഭാഗം കവർ ചെയ്യുന്ന തുണികളോ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈനെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഡോക്ടർ, എന്റെ ഈ കാലിലെ തൊലി എന്ന് പറഞ്ഞാലേ എണ്ണമയം എന്ന് പറയുന്നതിനകത്തില്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടതാണ്. അത് എത്രത്തോളം ഡ്രൈനെസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പൊടി തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഡ്രൈനെസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് സ്കിൻ ഇറിറ്റേറ്റഡ് ആവുന്നതും കൂടുതൽ ചൊറിച്ചിൽ വരുന്നതും ഒക്കെ. ചെറുതായിട്ടൊന്ന് പൊട്ടത്തേ ഉള്ളൂ, പിന്നെ അങ്ങ് വലുതായിട്ടങ്ങ് ആവും അത്. അതെ, അത് പിന്നെ ചൊറിച്ചിൽ ഡ്രൈനെസ് കാരണമാണ് ചൊറിച്ചിൽ കൂടുന്നത്. അത് ചൊറിഞ്ഞു കഴിയുമ്പോഴാണ് പിന്നെ അത് വലുതായിട്ട് വരുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പൊടി എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ കാല് കഴുകുക, പറ്റുമ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അതിന്. ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, മറ്റൊരു സംശയം വേറൊന്നുമല്ല. പലരും ഇപ്പോ ഇൻസ്റ്റയൊക്കെ കണ്ടുകൊണ്ട് പല ഓയിൽസ്, അതായത് സെറംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണോ, ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാതെ തന്നെ? സിറം ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഓരോരുത്തരുടെ സ്കിന്നിന് പറ്റുന്ന സിറംസ് ഡിഫറെന്റ് ആയിരിക്കും. എന്റെ സ്കിന്നിന് പറ്റുന്നതായിരിക്കില്ല ചിലപ്പോ ഹെനയുടെ സ്കിന്നിന് പറ്റുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊരു ഡോക്ടർ സഹായത്തോടെ കൂടി തന്നെ വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ കോമൺലി കേൾക്കുന്നതാണ് ഇപ്പൊ വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്കിന്നിനും പറ്റുന്ന ഒരു സാധനമല്ല. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഓയിലി സ്കിൻ അല്ലാന്നുണ്ടെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ, ഒരുപാട് കുരുക്കൾ വരുന്ന സ്കിന്നിന് ഇറിറ്റന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേ പക്ഷേ നമ്മൾക്ക് ഒരു നോർമൽ ഒരു കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉള്ള ആൾക്ക് അത് ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ഈവൻഡ് ഔട്ട് ആവും സ്കിൻ ടോണ്. അതേപോലെ വൈറ്റമിൻ സി തന്നെ നമ്മളൊരു സൺസ്ക്രീനുമായിട്ട് പെയർ ചെയ്തിടുകയാണെങ്കിൽ ഒരു സൺസ്ക്രീനിന്റെ പ്രൊട്ടക്ഷൻ കുറച്ചുകൂടി കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളൊരു സിറം ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് വേണം അവരുടെ സ്കിന്നിന് പറ്റുന്ന ഒരു സിറം വേണം അപ്ലൈ ചെയ്യാനായിട്ട്.
ഓക്കെ ഡോക്ടർ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474731111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ മുഖക്കുരുവിനെ കുറിച്ച് സംസാരിച്ചു, മുഖക്കുരുവിന്റെ പാടുകൾ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു താരൻ എങ്ങനെയാണ് ഈ മുഖക്കുരു ഉണ്ടാകാനുള്ള ഒരു കാരണമായി മാറുന്നത്? താരൻ എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ ഇപ്പോൾ ഡ്രൈനെസ് കൊണ്ട് താരൻ ഉണ്ടാവാം. അതേപോലെ തന്നെ തലയിൽ ഈർപ്പമുള്ളത് കൊണ്ട് ഈർപ്പം നിന്ന് അവിടെ അഴുക്ക് കൂടി നിന്ന് ഒരു ഫംഗൽ ഗ്രോത്ത്, ഒരു ഡാൻഡ്രഫ് പോലെ ബിൽഡപ്പ് ചെയ്ത് അത് കൊഴിഞ്ഞ മുഖത്ത് വീണ് ശരീരഭാഗങ്ങളിൽ വീണ് അത് അവിടെ കിടന്നിട്ട് ഉള്ള ഒരു പ്രക്രിയയായിട്ട് വരാം അതിന്റെ മൂലമുണ്ടാവുന്ന കുരുക്കള്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ആ ടൈപ്പ് കുരുക്കൾ വരുമ്പോഴത്തേക്കും ആദ്യമേ ഡാൻഡ്രഫ് ആണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പിന്നെ ആഗ്നയിലേക്ക് പോകേണ്ടത്. ഇത് കൺട്രോൾ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ കുരുക്കളും പതിയെ കുറയുന്നതാണ്. ആദ്യമേ നമ്മുടെ തലയിലെ ഹൈജീൻ, അപ്പോൾ തല കഴുകുക എന്നുള്ളത്, ഇപ്പോൾ ഒരു ടീനേജിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തലയിൽ ചിലപ്പോൾ കുറച്ച് സെബം പ്രൊഡക്ഷൻ എണ്ണമയം കൂടുതലായിരിക്കാം. അവര് പുറത്തു പോയി കളിക്കുന്നവരായിരിക്കാം. അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്കും ആ എണ്ണയും അഴുക്കും ലോഡ്ജ്ഡ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെ ഒരു ഡാൻഡ്രഫിന് ഉള്ള വഴി ഒരുക്കാതെ അത് പ്രോപ്പറായിട്ട് തല കഴുകുക. അതേപോലെ എപ്പോഴും ഉപയോഗിക്കുന്ന ടവൽസ് ഉണ്ടെങ്കിൽ, ചീപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റുക, ക്ലീൻ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ ഡോക്ടർ. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ആണല്ലോ, അതിന് എങ്ങനെ ഒരു കെയറിംഗ് ആണ്? ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും അങ്ങനെ ഒരു കെയറിംഗ് ആയിരിക്കും കൊടുക്കേണ്ടത്? നമുക്കിപ്പോ ഉള്ളത് ഓയിലി സ്കിൻ ഉണ്ട്, ഡ്രൈ സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്. ഒരു ഓയിലി സ്കിൻ എന്ന് പറയുന്നത് കൂടുതൽ ഒരു ടീനേജ് സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 15 to 35 ഇയേഴ്സ്, ഈ 15 to 35 ഇയേഴ്സിലാണ് കൂടുതലും ഈ സിബം പ്രൊഡക്ഷൻ, എണ്ണമയം കൂടുതലായിട്ട് വരുന്നത്. ഈ എണ്ണമയം കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് ചിലത് ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ട് ആയിരിക്കും. ആ ഒരു ടീനേജിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് കുറച്ച് സിബം പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരാം. ചിലർ ആഹാര രീതികൾ, ഒത്തിരി ഓയിലി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാം. ചിലത് നമുക്കൊരു ഹ്യൂമിഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒത്തിരി വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഹ്യൂമിഡ് ആയിരിക്കുമ്പോൾ കുറച്ചുകൂടെ എണ്ണമയം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെ പല രീതിയിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടാനായിട്ട് സാധ്യതയുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓയിൽ കുറയ്ക്കുന്ന രീതിയിലുള്ള ഫേസ് വാഷസ്, സാലിസിലിക് ആസിഡ് പോലുള്ള കമ്പണൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഫേസ് വാഷ് വെച്ച് മുഖം കഴുകുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ളത് ഒരു മോയ്സ്ചറൈസർ. നമ്മൾ മോയ്സ്ചറൈസർ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്ക് ഓയിലി സ്കിന്നാണ്, എനിക്ക് മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ല, എല്ലാ സ്കിൻ ടൈപ്പിനും മോയ്സ്ചറൈസർ ആവശ്യമാണ്. ഓയിലി സ്കിന്നിലായാലും മോയ്സ്ചറൈസർ വളരെ അത്യാവശ്യമാണ്. അതേപോലെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ജെൽ ബേസ്ഡ് ആണ് യൂഷ്വലി ഓയിലി സ്കിൻകാർ നമ്മൾ കൊടുക്കുന്നത്. ഇത് മൂന്നുമാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഓയിലി സ്കിന്നിന്. അതേപോലെ ഡ്രൈനെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡ്രൈനെസിന്റെ പല കോസസ് കാണും. ചിലർക്കൊരു മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കാണാം. ചിലർക്ക് ഡെർമറ്റൈറ്റിസ് കൊണ്ട് കാണാം. അപ്പൊ എന്തുകൊണ്ടാണ് ഡ്രൈനെസ് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കണം. അതേപോലെ തന്നെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ആണ് ബേസിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് വരാത്തൊരാണ് ഒരു ഗ്രൂപ്പുകാരാണ് സെൻസിറ്റീവ് സ്കിൻകാർ. സെൻസിറ്റീവ് സ്കിൻകാർക്ക് എന്ത് അപ്ലൈ ചെയ്താലും കുറച്ച് നീറ്റല്, ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവരാണ് സെൻസിറ്റീവ് സ്കിന്നിലായിട്ട് ടൈപ്പായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കും സെയിം തന്നെ ആയിരിക്കും, പക്ഷെ അതിനകത്തുള്ള കണ്ടൻസ് വേറെ ആയിരിക്കും സെൻസിറ്റീവ് സ്കിന്നിന് കൊടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരേപോലത്തെ പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരിയും ഒരേ സ്ഥലത്ത് താമസിക്കുന്നു, അപ്പൊ എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് മതിയാവും എനിക്ക്, അങ്ങനെ വിചാരിക്കരുത്. രണ്ടുപേരുടെയും സ്കിന്ന് ഡിഫറെന്റ് ആണ്. അപ്പം ഡിഫറെന്റ് സ്കിന്നിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് തന്നെ ഉപയോഗിച്ചാലേ അതിന്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഡോക്ടർ, അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഇപ്പൊ വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന അല്ലെങ്കിൽ വെളിയിൽ പോകുന്ന ഏറ്റവും മിക്കവരും ഒരു ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഈ പിഗ്മെന്റേഷൻ, കരിവാളിപ്പ്. അത് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും, അല്ല അതിനെ എങ്ങനെ തടയാൻ പറ്റും? അതിനെന്താണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്? ആദ്യമേ ഈ ടാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം പോലെയാണ്. നമ്മൾ വെയിൽ കൊണ്ടാലും നമ്മൾ ടാനിങ് എന്ന് പറയുന്നത് അതൊരു ഡിഫൻസ് ആണ്. അപ്പോൾ ടാനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും തന്നെ ഒരു സ്കിൻ സൈക്കിൾ കഴിയുമ്പോഴത്തേക്ക് അത് നോർമലി നമ്മുടെ സ്കിൻ അങ്ങ്
മാറി നോർമലൈസ് ആയിക്കോളും. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ആ സണ്ണിലേക്ക് എക്സ്പോഷർ വരാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ സൺസ്ക്രീൻ ഇടുക, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്യാപ്പ് ഇടുക, വെയിലത്ത് പോയേ പറ്റുള്ളൂ എന്നുള്ളവരാണെങ്കിൽ ഒരു ക്യാപ്പ് ഇടുക, അല്ലെങ്കിൽ കൊട പിടിക്കുക, ബോഡി കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കുറച്ച് സ്റ്റബൺ, കുറച്ച് മാറാൻ ബുദ്ധിമുട്ടുള്ള ടാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് ചെയ്യാറുണ്ട്. കെമിക്കൽ പീൽസ് ആണ് മെയിൻലി ചെയ്യുന്നത്. ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, നമുക്ക് മെഡിഫേഷ്യൽസ് ഉണ്ട്, ഇതൊക്കെ ഇത് കുറയ്ക്കാനുള്ളത്. ഇതെല്ലാം ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ, വേറൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോ കാണുന്ന ഒരുപാട് ഫേഷ്യൽസിനെ പറയുന്നുണ്ട്, അതായത് ഹൈഡ്രാ ഫേഷ്യൽ. എത്രത്തോളം അത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന്? ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു പദമാണ് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത്. പക്ഷെ ഇത് എന്താണ്, എന്തിനാണുള്ളത് എന്ന് ഒരുപാട് പേർക്കും അറിയില്ല. ഹൈഡ്രാ ഫേഷ്യൽ മെയിൻലി നമ്മളുടെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ പറയത്തില്ലേ, കാര വരുന്നത് കുറയ്ക്കുക. അതേപോലെ ഒരു ജെന്റിൽ എക്സ്ഫോളിയേഷൻ, നമ്മുടെ ഡെഡ് സ്കിൻസ്, സെൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. അതെല്ലാം മാറ്റി കുറച്ചൊരു ഇൻഫ്യൂഷനും ഉണ്ട് അതിനകത്ത്. നമ്മൾക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ പീലിംഗ് ഏജൻസ് ഉണ്ട്, കെമിക്കൽ പീൽസിന് ഇൻഫ്യൂഷനും ഉണ്ട്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ ചെയ്ത് കഴിയുന്ന ഉടനെ തന്നെ നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള, റിജുവിനേറ്റഡ് ആയിട്ടുള്ള സ്കിൻ, കുറച്ചുകൂടെ ഫ്രഷ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രാ ഫേഷ്യൽ എല്ലാവർക്കും പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അഡ്വൈസബിൾ അല്ല. അത് നമ്മൾ നോക്കിയിട്ട് ഓരോരുത്തരുടെ സ്കിന്നിന് അവരുടെ ആവശ്യം എന്താണ് അതനുസരിച്ച് വേണം നമ്മൾ ഹൈഡ്രാ ഫേഷ്യലും ചെയ്യാൻ. ഹൈഡ്രാ ഫേഷ്യൽ എല്ലാവർക്കും ഉള്ളൊരു പ്രൊസീജിയർ അല്ല. ഓക്കെ ഡോക്ടർ, പിന്നെ മുഖക്കുരുവിന്റെ കാര്യം പറഞ്ഞത്, ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മുഖക്കുരു വീണ്ടും തിരികെ വരുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ഭക്ഷണങ്ങൾ നിർത്തിയാൽ സാധിക്കുമോ? തീർച്ചയായും. നമുക്ക് കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി ഫുഡ്സ്, അതേപോലെ ചിലർക്ക് നട്ട്സ് കഴിക്കുമ്പോൾ ഡയറി. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോൾ വന്നു. ഹലോ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഹലോ. പിന്നെ എനിക്ക് കൂലിപ്പണിയാണ്. പറഞ്ഞു. എനിക്ക് അമ്പലപ്പുഴ കുറെ ജോലി ഉണ്ടായിരുന്നു. ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്റെ കാലിന്റെ പുറത്തൊരു ചെറിയ ഇത് വന്നായിരുന്നു. അത് പൊട്ടി, അത് ഭയങ്കര വ്രണമായിട്ട് മാറി. അതിപ്പോ ഉണങ്ങി. പക്ഷെ വീണ്ടും അത് കുമ്പളായിട്ട് വീണ്ടും പൊങ്ങി വരുന്നു. കാലിൽ തന്നെയാണോ വീണ്ടും കുമ്പളയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? ഈ വന്നിടത്ത് തന്നെയാണ് വീണ്ടും കുമ്പളായിട്ട് വരുന്നത്. അവിടെ പിന്നെ വന്ന് പൊട്ടി വെള്ളം പോലെ വരുവാണ് ചെയ്യുന്നത് അല്ലേ? ചെറിയ നമ്മളെ പിന്നെ പൊള്ളലൊക്കെ വരത്തില്ലയോ, അതേ കണക്ക്. ചേട്ടൻ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇത് ചേട്ടന്റെ കാലിന്റെ കണ്ടീഷൻ കാണിക്കുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റിനെയാണ്. അപ്പോ അത് കാണിച്ച് നേരിട്ട് കണ്ടതിന് ശേഷമാണ്, അത് നോക്കി അസസ്മെന്റ് ചെയ്തിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് പറയുന്നത്. നമ്മുടെ ക്ലിനിക്കിൽ ഡെർമറ്റോളജിസ്റ്റുകൾ അവൈലബിൾ ആണ്. ഒന്നില് അവിടെ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ഏത് ഡെർമറ്റോളജിസ്റ്റ് ആണോ ഉള്ളത് അവിടെ പോയി കാണിക്കുക. എന്റെ ക്ലിനിക്ക് ടൗൺ അതിർത്തിയിലാണ്. അതെ. നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലേ? അതെ, തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖക്കുരു അത് തന്നെ പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ഭക്ഷണങ്ങൾ എത്രത്തോളം മാറ്റി നിർത്തിയാൽ മുഖക്കുരുവിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും? നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആക്നെ ഫ്ലെയറപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ മുഖക്കുരു കൂടുകയെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കൺട്രോൾ ചെയ്യുക തന്നെ വേണം. നമ്മുടെ ബോഡി അത് റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഒരു കുരുവായിട്ടായിരിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ സ്ട്രെസ് നമ്മൾ കൂടുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഒരു ഹോർമോൺ, കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് മുഖക്കുരു കൂടുതലായിട്ട് വരും. അപ്പം ഇങ്ങനെ ഇപ്പൊ സ്ട്രെസ് ഉള്ളപ്പോഴും മുഖക്കുരു കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ എപ്പോഴും നമ്മൾ വേറെ സ്ഥലങ്ങളിൽ തൊട്ടിട്ട് മുഖത്ത് തൊടുക, അങ്ങനെ വരുമ്പോഴും നമ്മുടെ കയ്യിലുള്ള അണുക്കൾ മുഖത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴും മുഖക്കുരു വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള രീതികൾ ആദ്യമേ കുറയ്ക്കുക. അപ്പൊ തന്നെ കുറച്ചു പേർക്ക് തന്നെ കുറെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ സ്ട്രെസ്സിന്റെ കാര്യം. ഇപ്പോൾ അതായത് സമ്മർദ്ദം, സ്ട്രെസ് മൂലം എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖക്കുരു വരാനുള്ള കാരണമാണ്?
കോർട്ടിസോൾ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഫ്ലമേഷൻ കുറച്ച് കൂടുതലായിട്ട് വരും. മുഖം കുറച്ച് പഫ്ഡപ്പ് ആയി കുറച്ച് നീര് വന്നതുപോലെ ഇരിക്കും. അതേപോലെ തന്നെ കുരുക്കൾ കൂടും. അതേപോലെ തന്നെ ചിലർക്ക് ഹെയർ ഫോൾ വരും, മുടി കൊഴിച്ചിൽ വരും ഇത് കൂടുന്നത് കൊണ്ട്. അപ്പം സ്ട്രെസ്, നമ്മൾ ഹെയർ ഫോൾ വരുമ്പോഴത്തേക്ക് ആദ്യമേ ചോദിക്കുന്ന കാര്യമാണ്, വേറെ ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ല അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആദ്യമേ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ എന്നുള്ളതാണ്. സ്ട്രെസ് മാനേജ്മെന്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വെൽനെസ്സിൽ ചെയ്യുന്നത് പോലെ സ്ട്രെസ് മാനേജ്മെന്റിനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താണോ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത് അതിന്റെ ഒരു ഔട്ട്കം ആയിരിക്കും, അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കും നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ ശരീരത്ത് കാണുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും, ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നവരെ എന്ത് കെയർ ആണ് നമ്മുടെ ചർമ്മത്തിന് കൊടുക്കേണ്ടത്? അതൊരു ഫുൾ കെയറിങ് എങ്ങനെയായിരിക്കും ഡോക്ടർ പറയുന്നത്? ഫുൾ കെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മോർണിംഗ് രാവിലത്തേക്ക് ഒരു റുട്ടീൻ കാണും, രാത്രിയിലത്തേക്ക് വേറൊരു റുട്ടീനും കാണും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്കിൻ ടൈപ്പുകാർക്ക് പലതായിരിക്കും ഉള്ളത്. ഈ മെയിൻ ആയിട്ടും നേരത്തെ പറഞ്ഞത് തന്നെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇതിന്റെ കൂടെ ഫേസ് വാഷിന് ശേഷം നമുക്ക് സിറംസ് ചേർക്കാവുന്നതാണ്. ആ സിറം എന്ന് പറയുന്നത് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് അത് ആഡ് ചെയ്യേണ്ടത്. ചിലർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് വന്നിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം 2-3 സിറമൊക്കെ ഇടാറുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു സിറത്തിന്, നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു സിറത്തിന്റെ ആവശ്യമേ ഉള്ളൂ ആഡപ്പ് ചെയ്യേണ്ടത്. നൈറ്റിൽ അതേപോലെ തന്നെ ഒരു 30-35+ കഴിഞ്ഞ് 35 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 30 വയസ്സിന് ശേഷമാണ് വീക്ക്ലി നമ്മൾ റെറ്റിനോൾസ് എന്ന് പറയും. എന്ന് പറയുമ്പോൾ നമുക്ക് 30 വയസ്സിന് ശേഷം കുറച്ച് പ്രായമാവുന്നതിന്റെ സൈൻസ് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ റെറ്റിനോൾസ് ആഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കല്ലാതെ ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി ഒരു റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റെറ്റിനോൾസ് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒത്തിരി കുരു വരുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ ഇത് ഈ റെറ്റിനോൾ എന്ന് പറയുന്ന, റെറ്റിനോയിൻ എന്ന് പറയുന്ന സാധനം ഒരുപാട് അറിയാതെ ഒരുപാട് ഓവർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയും കൂടി ശ്രദ്ധയ്ക്ക് പറയുവാണ്, ഇത് ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വേണ്ടുന്ന രീതിയിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് റെറ്റിനോയിൻ എന്ന് പറയുന്നതും. അതേപോലെ സ്റ്റിറോയിഡ്സ് അടങ്ങിയ ക്രീമുകളുണ്ട്, ഹൈഡ്രോക്വിനോൺ അടങ്ങിയ ക്രീമുകളുണ്ട്. അപ്പൊ അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ചിലർക്ക് ഒരു ഫെയർനെസ് ഒക്കെ അല്ലെങ്കിൽ ഒരു പിഗ്മെന്റേഷൻ കുറയുന്നതും ഇതൊക്കെ നമുക്ക് ഫാർമസിയിലേക്ക് ഈസി ആയിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതിന്റെ എല്ലാം കണ്ടന്റ്സ് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ സഹായത്തോടെ കൂടി തന്നെ വേണം അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. നമുക്ക് തോന്നുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണിക്കാൻ തുടങ്ങും സ്കിൻ. അപ്പോൾ ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോ അതായത് ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ അങ്ങനെ ഒരു വളരെ വലിയൊരു പ്രശ്നം തന്നെ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും? ലിപ് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ചുണ്ടിലുള്ള കറുപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു റേസ്, നമ്മളുടെ ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ അനുസരിച്ച് കൂടുതലും ഡാർക്ക് ലിപ്സ് ആണ് കാണുന്നത്. പിന്നെ ജന്മനാലെ മേൽചുണ്ടും കീഴ്ചുണ്ടും രണ്ടും ഡാർക്ക് ആവുന്നത് നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് കൊണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ, അലർജീസ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കാണിക്കാൻ തുടങ്ങും. പിന്നെ അതേപോലെ വേറെ വലിയൊരു കോസാണ് ലിപ് ലിക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ലിപ്സ് ഡ്രൈ ആവുന്ന സമയത്ത് തുപ്പൽ കൊണ്ട് ചുണ്ട് നനയ്ക്കുമ്പോഴത്തേക്കും വീണ്ടും അത് ഡ്രൈനെസ്സും പിഗ്മെന്റേഷനും ഒക്കെ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നേരത്തെ ഒരു കോളർ എടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു SPF ഉള്ള ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുക എന്നുള്ളത്. SPF ഉള്ള ലിപ് ബാം നമ്മൾ സൺ പ്രൊട്ടക്ഷൻ നമ്മൾ മുഖത്തിടുന്നത് പോലെ തന്നെ ലിപ്സിലും നമുക്ക് ലിപ് പ്രൊട്ടക്ഷൻ, SPF പ്രൊട്ടക്ഷൻ ഉള്ളൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. പിന്നെ ലിപ് ലൈറ്റനിങ് ആയിട്ടുള്ള ക്രീംസുകൾ അവൈലബിൾ ആണ്. അത് നമ്മൾ നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇൻഡിക്കേഷൻ, ഓരോരുത്തരുടെ ആവശ്യം അനുസരണമാണ്. എത്ര ചെറിയ ലിപ് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ക്രീംസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ കെമിക്കൽ പീൽസ് ചെയ്യാറുണ്ട് ലിപ്സിൽ. ഔട്ടർ ലെയർ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടി ഈവൻ ആയിട്ട് കുറച്ചുകൂടെ ഒരേപോലത്തെ നിറം വരാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അതേപോലെ ലിപ് ലീസേഴ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ പല ട്രീറ്റ്മെന്റ്സ് ഉണ്ട് നമ്മൾ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മൾ പേഷ്യന്റിനെ നേരിട്ട് കണ്ടിട്ടാണ് പറയുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തായാലും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം. ഓക്കെ ചേച്ചി, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ദുബായിൽ നിന്ന് വിളിക്കുക.
ചേച്ചി കുറച്ചുകൂടെ സൗണ്ട് ഒന്നിച്ചിരി ക്ലിയർ ആവുന്നില്ല കേട്ടോ. എന്റെ പേര് മെറീന ബ്രൂണോ. ഓക്കെ, പറഞ്ഞോളൂ. ഞാന് ഇപ്പൊ ഒരുപാട് ഇതിലൊക്കെ വായിച്ചിരുന്നത് ഈ റോസ്മേരി ഓയിൽ, അത് ശരിക്കും യൂസ് ഉള്ളതാണ്. കാരണം നമുക്ക് ഈ ഹെയർ ഫോൾ ഉള്ളവർക്ക് റോസ്മേരി ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോൾ കുറയുന്നു വായിച്ചു. റോസ്മെറി ഓയില് നല്ലത് തന്നെയാണ്. നമുക്കൊരു ഫസ്റ്റ് ഡിഗ്രി ഒരു ഹെയർ ഫോളിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ, അല്ലാതെ ഒരുപാട് നെറ്റി കയറിയിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് മുടി കൊഴിഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തുടക്ക സ്റ്റേജിൽ റോസ്മെറി ഓയിൽ വളരെ ഉപയോഗപ്രദം തന്നെയാണ്. അത് ഒരു ആഴ്ചയിൽ 1-2 തവണ അപ്ലൈ ചെയ്ത് നിന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ലേ ഇടണം, അതോ ഹെയറിൽ ഇടണമെന്നുണ്ടോ? നമ്മൾ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്, തലയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അത് നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെയാണോ ചെയ്യണം, അങ്ങനെയുണ്ടോ? അത് ഓയിലിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയുന്നതായിരിക്കും നല്ലത്. അഥവാ അത്രയും കട്ടി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ അപ്ലൈ. നിങ്ങൾ മേടിക്കുന്ന ഏത് ഓയിലാണോ അതിനകത്ത് തന്നെ ഇൻസ്ട്രക്ഷൻസ് കാണും. അതിന്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ടാവും. ഒരുപാട് കട്ടി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കളഞ്ഞാലും മതിയാവും. ഇവിടുത്തെ വെള്ളം കുറച്ച് ഹാർഡല്ലേ, മുടി നല്ലപോലെ പൊഴിയുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് പൊഴിയുന്നുണ്ടല്ലേ? പൊഴിയുന്നത് കൂടുതലും ഒരു ദിവസം എത്ര മുടി വരെ പൊഴിയുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങുന്ന ഉടനെ ഒരുപാട് ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മള് മുടി ചീപ്പത്തില്ലേ, അപ്പൊ നല്ലപോലെ വരും. അല്ലാണ്ട് ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോ അത്രയും പോകുന്നില്ല. ശരി, എപ്പോഴും ഒരേപോലെയാണോ ഹെയർ ഫോൾ വരുന്നത്, അതോ ചില സമയത്ത് കൂടുതലായിട്ടുണ്ട് ചില സമയത്ത് കുറവാണ്, അങ്ങനെയാണോ? യൂഷ്വലി ഈ സമ്മർ ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മുടിക്കും. ശരി, ക്ലൈമറ്റ് വ്യത്യാസം വരുമ്പോഴത്തേക്കുമാണ് ഹെയർ ഫോൾ കൂടുതലായിട്ടുള്ളത്. നല്ലപോലെ പോകുന്നല്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് മുടി പോയ ഭാഗത്ത് ഒത്തിരി മുടി കൊഴിച്ചിൽ വന്നിട്ട് അതിനുശേഷം അവിടെ പുതിയ മുടികൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യണം. അതെന്തുകൊണ്ടാണ് വീണ്ടും അവിടെ മുടി വരാത്തത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലൈമറ്റ് കണ്ടീഷൻസ് മാറുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും കൂടുതലുമായിട്ട് ആ ഹെയർ ഫോള് വരുന്നത്. പിന്നെ വൺ മോർ ഡൗട്ട്, ഈ SPF നമ്മൾ സ്ഥിരം വീട്ടിൽ ഇവിടെ ഇപ്പൊ നല്ല ചൂടാണ്, അപ്പൊ അത് നമ്മൾ ക്രീം ഇടണമെന്നുള്ള കമ്പൽസറിയാണോ? അതെ, തീർച്ചയായും സൺ പ്രൊട്ടക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല ചൂടായിരിക്കും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സൺസ്ക്രീൻ മാത്രം ചിലപ്പോൾ നമ്മൾക്ക് കംപ്ലീറ്റ് ഒരു സൺ പ്രൊട്ടക്ഷൻ തരണം എന്നില്ല. അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തിങ്ങോ കുറച്ച് കവർ ചെയ്യുന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഒരു ക്യാപ്പോ കൊടയോ ഒക്കെ പിടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആ ഒരു സൺ ഡാമേജ് കുറച്ചുകൂടെ കുറവായിരിക്കും. SPF ഇടുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. എന്റെ കൊച്ചു മോനെ കാലിൽ ഇന്നെ ചുറഞ്ഞിട്ട് ഒരു കുഴമ്പൂർ ഡോക്ടർ കുറിച്ച് തന്നു. ക്ലോബെറ്റാസോൾ ടെനോവേറ്റ് ഓയിൻമെന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ വീണ്ടും അത് ഉണങ്ങിയിട്ട് വീണ്ടും അവിടെ ചൊറിച്ചിൽ വരുന്നല്ലോ, അതെന്താണ് ഡോക്ടർ? അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും വരുന്നുണ്ടെങ്കിൽ കുഞ്ഞ് മണ്ണിൽ കളിക്കോ അങ്ങനെ വീണ്ടും ചൊറിഞ്ഞു പൊട്ടിക്കോ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? മണ്ണിൽ അവൻ കളിക്കും, അതുകൊണ്ടായിരിക്കുമോ? അതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ഡോക്ടർ. ഈ ആഹാരം ചിക്കൻ കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ചിക്കൻ കഴിക്കുമ്പോൾ സാധാരണ അലർജി വരുന്ന കുട്ടിയാണോ? അതിനും അവന് അലർജി ഈ ചിക്കൻ കഴിച്ചതിന് ശേഷമാണ് ഇത് കൂടുന്നത്. നമുക്ക് ചില ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് അലർജി ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ മിതമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്, അത് സ്കിൻ കണ്ടീഷൻ ഉണ്ടായിരുന്ന കൂടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. ശരി ശരി, ഓക്കെ.
ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്നത് ഉറക്കം കുറവുകൊണ്ടാണോ അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, കണ്ണിനടിയിലെ കറുപ്പ്. അത് എങ്ങനെ നമുക്കതിനെ ഒന്ന് പരിഹരിച്ചു മാറ്റാനായിട്ട് സാധിക്കും? കണ്ണിന്റെ അടിയിലെ കറുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കണ്ണിന്റെ അടിയിലെ കറുപ്പ് മെയിൻലി വരുന്നത് ഉറക്കക്കുറവ് മൂലം വരാറുള്ള കണ്ണിന്റെ അടിയിലെ കറുപ്പുകളുണ്ട്. അതേപോലെ ഇപ്പോൾ IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലുള്ള, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കൂടുതൽ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് കണ്ണിന്റെ അടിയിൽ കൂടുതലായിട്ട് കറുപ്പ് വരാറുണ്ട്. സ്മോക്ക് ചെയ്യുന്നവർ, പുക വലിക്കുന്നവർ, അല്ലെങ്കിൽ മദ്യപിക്കുന്നവർക്ക്, ഇങ്ങനെ ഒരുപിടി റീസൺസ് ഉണ്ട് കണ്ണിന്റെ അടിയിൽ കറുപ്പ് വരാനായിട്ട്. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് അത് വരുത്തുന്ന കാര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എത്രത്തോളം കറുപ്പുണ്ട് എന്നുള്ളൊരു അസസ്മെന്റ് ചെയ്തിട്ട് അതൊരു മെഡിക്കൽ മാനേജ്മെന്റ് വേണോ എന്ന് വെച്ചാൽ നമ്മളൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യണോ അതോ ഒരു മരുന്നിട്ടാൽ മതിയാകുമോ എന്നുള്ളത് അതിനുശേഷം വേണം ഡിസൈഡ് ചെയ്യാൻ. ആളെ നേരിട്ട് കഴിഞ്ഞതിന് ശേഷം വേണം ഡിസൈഡ് ചെയ്യാനായിട്ട്. അതേപോലെ അലർജി ഉള്ളവർക്ക്, ഫ്രീക്വന്റ് ആയിട്ട് അലർജി വരുന്നവർക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരാം. പിന്നെ വേറൊരു റീസൺ ആണ് കണ്ണ് റബ്ബ് ചെയ്യാന്നുള്ളത്. ചിലരുടെ ഒരു മാൻഡ്രസ്, അവരുടെ ഒരു രീതി ആയിരിക്കാം കണ്ണ് എപ്പോഴും റബ്ബ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. അപ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് കുറേ ഒരു പരിഹാരം വരും ഇതിന്. ഓക്കെ ഡോക്ടർ, പിന്നീട് ഉള്ളൊരു പ്രശ്നമാണ്, അതായത് പെൺകുട്ടികൾക്കാണെങ്കിൽ അമിതമായിട്ട് അനാവശ്യമായിട്ട് രോമ വളർച്ച ഉണ്ടാകും. അതുപോലെ ആൺകുട്ടികൾക്ക് നേരിടുന്ന പ്രശ്നമാണ് മുടി കൊഴിയുന്നത്. അതായത് ഹെയർ റിഡക്ഷൻ, ആ ഒരു ട്രീറ്റ്മെന്റ്, PRP ട്രീറ്റ്മെന്റ്, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ഡോക്ടർ പറയാമോ? ഈ പെൺകുട്ടികളിൽ വരുന്ന അമിതമായ രോമ വളർച്ച പറഞ്ഞു, അതിന് നമുക്ക് പല കാരണങ്ങളുണ്ട്. മെയിൻലി ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. തൈറോയ്ഡ് ഉള്ള കുട്ടികൾക്ക് ഇപ്പൊ PCOS എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമായി മാറിയിരിക്കുകയാണ്. ഒരു 80% ആൾക്കാർ പെൺകുട്ടികൾക്ക് നോക്കിയാലും PCOSന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ അത് നമ്മൾ ചെയ്യാനുള്ളത് ആദ്യമേ അണ്ടർലൈൻ കോസ് എന്താണ്. ഇപ്പൊ തൈറോയ്ഡ് ആണെങ്കിൽ അത് കൺട്രോൾഡ് ആക്കുക, ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് കൺട്രോൾ ചെയ്യുക. അതേപോലെ PCOS ആണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾഡ് ആയിരിക്കുക. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ പോലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രോമത്തിലെ കറുപ്പ് നിറം കൊടുക്കുന്ന മെലനിൻ എന്ന് പറയും. അതിനെ മാത്രമാണ് ലേസർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ തവണയും നമുക്ക് അതിനൊരു 4 തൊട്ട് 6 വരെയാണ് സെഷൻസ് മിനിമം പറയുന്നത്, ഒരു മാസത്തെ ഗ്യാപ്പിൽ. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ രോമത്തിലുള്ള മെലാനിൻ സെൽസ് കുറയുകയാണ് ചെയ്യുന്നത്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പിന്നീട് വരുന്ന രോമങ്ങള് നേർത്തതായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഫോളിക്കിൾസ് കുഞ്ഞായി അത് അടയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് PCOD കൺട്രോൾഡ് അല്ല, തൈറോയ്ഡ് കൺട്രോൾഡ് അല്ലാത്തൊരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് മാത്രമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട്സ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി തുടക്കത്തിലേ പറഞ്ഞത്, നമ്മൾക്ക് എന്തുകൊണ്ടാണോ ആ രോമ വളർച്ച വന്നത് അത് കൺട്രോൾഡ് ആയതിന്റെ കൂട്ടത്തിലാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സിലോട്ട് പോകേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ശ്രോതാവ് പറഞ്ഞ കണക്ക് നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന അതിന്റെ ഒരു രീതി, അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻസി ആ ഒരു ടൈം എടുത്താണ്, എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, അതായത് ഇതിനൊരു പ്രയോജനമുണ്ടോ നമുക്ക് സ്കിന്നിൽ? നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സൺ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് നമുക്ക് SPF ഇപ്പൊ 15 തൊട്ട് 15 തൊട്ട് 50 SPF വരെ ഉള്ള സൺസ്ക്രീൻസ് ലഭ്യമാണ്. നമുക്കൊരു 15 നമ്മുടെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ച് 15-നകത്ത് നമുക്ക് ഒരു വലിയ സൺ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. മിനിമം ഒരു 30+ ഉള്ളൊരു സൺസ്ക്രീൻ എങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഐഡിയലി നമ്മൾ പറയുന്ന 2 മണിക്കൂർ കൂടുമ്പോഴത്തേക്കും റീഅപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ ഈ ഒരു സൺസ്ക്രീനിന്റെ ഇഫക്റ്റ് വരുള്ളൂ എന്നാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോ അകത്തിരുന്ന് വീടിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഓഫീസിന്റെ അകത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഡയറക്റ്റ് സൺ എക്സ്പോഷർ ഇല്ലെങ്കിൽ പോലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, പിന്നീട് ഏറ്റവും കൂടുതൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ പോർസ്, അതായത് മുഖത്തുണ്ടാകുന്ന കുഴികൾ, ഇതിനെന്തെങ്കിലും ചികിത്സകളുണ്ടോ? മുഖത്തുണ്ടാവുന്ന കുഴികള് കൂടുതലും ചിലർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ പ്രൊഡക്ഷൻ, സിബം പ്രൊഡക്ഷൻ കൂടുന്നവർക്ക് ഈ ഓപ്പൺ പോഴ്സ് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് വരാറുണ്ട്. അതേപോലെ പ്രായം കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പോഴ്സ് കുറച്ചുകൂടെ വിസിബിൾ ആവുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ സാധാരണ ട്രീറ്റ്മെന്റ്സ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. കെമിക്കൽ പീല്, അല്ലെങ്കിൽ ലേസേഴ്സ്, അല്ലെങ്കിൽ MNRF എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്, മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്സുകളൊക്കെയാണ് ചെയ്യുന്നത്.
അതുപോലെ മുഖത്തിലെ ചുളിവുകൾ അതും ഒരു പ്രശ്നമാണ്. അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റുകളുണ്ടോ? ചുളിവുകളും ഈ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഒരു നല്ല പ്രായത്തിലെ ഫോളോ ചെയ്യുക, ഒരു 20s തൊട്ടെങ്കിലും മിനിമം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ആന്റി ഏജിങ് റുട്ടീനിലേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളും കൂടെ യുവത്വത്തോട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു 20 വയസ്സിലെങ്കിലും ഇത് തുടങ്ങുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നല്ലൊരു ജീവിതശൈലി അനുഷ്ഠിക്കുക, ഒരു മൈൽഡ് എക്സസൈസ്, അത്യാവശ്യം ആഹാരം, ഡയറ്ററി ഷുഗർ എന്ന് വെച്ചാൽ പഞ്ചസാര, അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം, ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം, ഇതൊക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരിക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ മുഖത്തിടുന്നതിന് മുന്നേ നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ആദ്യമേ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്കിന്നിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതൊരു നേരത്തെ സ്റ്റേജിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം കൂടെ ഈ ഒരു ആന്റി ഏജ് വലിയ പ്രായം തോന്നിക്കാത്ത രീതിയിലെന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരു 25 അല്ലെങ്കിൽ 30 കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെറ്റിനോൾസ്, അതേപോലെ പീൽസ് ട്രീറ്റ്മെന്റുകൾ പറയുകയാണെങ്കിൽ പീൽസ്, ലേസേഴ്സ്, ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോഴത്തേക്കാണ് സാഗിങ്ങും അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന, കൊളാജൻ ഇലാസ്റ്റിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി ഒക്കെ കൊടുക്കുന്നത്. അത് കൂട്ടുന്ന രീതിയിലുള്ള സപ്ലിമെന്റ്സ് കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുക, കെമിക്കൽ പീലായാലും ലേസേഴ്സ് ആയാലും ആന്റി ഏജിങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ കറുത്ത പാടുകൾ ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ചൂട് ഏൽക്കുമ്പോൾ അതേ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പെട്ടെന്ന് ചുമന്ന് തടുക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് എന്തൊരു പുതിയ ഒരു പ്രോഡക്റ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് വെയിലത്തുനിന്ന് കയറിയിട്ട് അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു ചൊറിഞ്ഞ് തടിക്കുകയോ അല്ലെങ്കിൽ ചുമക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവണത കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ കെയർ റുട്ടീൻ തന്നെ ആയിരിക്കും. ഫേസ് വാഷസ് ആണെന്നുണ്ടെങ്കിലും മൈൽഡ് ഫേസ് വാഷസ് ആയിരിക്കും കൊടുക്കുന്നത്. അതേപോലെ മോയ്സ്ചറൈസേഴ്സ് ആണെന്നുണ്ടെങ്കിലും റെറ്റിനോൾസ് ഒക്കെ അടങ്ങാത്ത മോയ്സ്ചറൈസേഴ്സ്, ഒത്തിരി സ്കിൻ ഇറിറ്റൻസ് ഇല്ലാത്ത മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറയും, അതായിരിക്കും നമ്മൾ സെൻസിറ്റീവ് സ്കിൻകാർക്ക് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർക്ക് അധികം സൺ എക്സ്പോഷർ കോൺട്രാ ഇൻഡിക്കേറ്റഡ്, അവർക്ക് കൊണ്ടുകൂടാ. അത് അവരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്കിൻ പ്രകൃതമുള്ളവർ. അപ്പോൾ ഡോക്ടർ, ഇതുപോലെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. മറ്റൊരു ഒരു പ്രധാന കാര്യം എല്ലാവരും പറയുന്നത് കേൾക്കാം, വെള്ളം കുടിക്കുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ ഏറ്റവും പ്രധാന ഒരു ഘടകമാണെന്ന്. എത്രത്തോളം വെള്ളം കുടിക്കണം ഒരു നല്ലൊരു ചർമ്മം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കിട്ടാനായിട്ട്? നമ്മള് മെയിൻലി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താണോ ശരീരത്തിന് കൊടുക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ. വെള്ളം എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് എമൗണ്ട്, ഇപ്പോൾ ഒരു 1 or 2 liters ഓഫ് വെള്ളം, വാട്ടർ മാക്സിമം മതി. ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സൗന്ദര്യം വരില്ല. നമ്മൾ വെള്ളത്തിനോടൊപ്പം തന്നെ ചെയ്യേണ്ട വേറെ കാര്യങ്ങളുണ്ട്. ശരിക്കും വേണ്ടത് തന്നെയാണ് ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക എന്നുള്ളത് വേണ്ടത് തന്നെയാണ്, ഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സ്കിൻ ഡ്രൈനെസ്സും അതേപോലെ നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഫംഗ്ഷനും എല്ലാം വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം, പറഞ്ഞോളൂ. പിന്നെ എന്റെ കണ്ണിന്റെ ഈ താഴെയൊക്കെ ഒരു കാർമേഘം പോലെ കവിളിലൊക്കെ ഈ കറുത്ത പാട് വാരി വീണു. അതിനെന്തൊക്കെ എത്ര നാളായിട്ടുണ്ടത്? ഒരു 10-15 വർഷം കൊണ്ടുണ്ട് ഡോക്ടറെ. 10-15 വർഷം കൊണ്ടുള്ളത്. അത് തുടക്കത്തിൽ ചെറുതായിട്ട് വന്നു, പിന്നെ അങ്ങോട്ട് സ്പ്രെഡ് ആവുകയാണോ ചെയ്തത്? അതെ 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 ഡോക്ടർ. വീട്ടില് നേരത്തെ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? വീട്ടിലെന്ന് വെച്ചാൽ അച്ഛനോ അമ്മയ്ക്കോ? എന്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ. ഉണ്ടായിരുന്നു. അത് കൂടുതലും അങ്ങനെ ഒരു ഫാമിലിയിൽ എന്ന് വെച്ചാൽ ജനറ്റിക് ആയിട്ട് വന്നതാകാം. അതിന് ഇതുവരെ ട്രീറ്റ്മെന്റ്സോ ഡോക്ടറെ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? 10 വർഷം കൊണ്ട് അത് കൂടി വന്നിട്ടും നേരത്തെ പോയി കാണേണ്ടതായിരുന്നു ഡോക്ടറെ. നമുക്ക് അതിന് ആദ്യമേ ചെയ്യാൻ പറ്റുന്നത് സൺസ്ക്രീനോ എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണോ? ഇല്ല, ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് അതിന് സൺ എക്സ്പോഷർ വെയിൽ കൂടുതൽ കൊള്ളുമ്പോഴത്തേക്ക് അത് കൂടുതലാവാൻ ചാൻസുകളുണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെയിൽ കൊള്ളുന്നത് കുറയ്ക്കുക, അത്യാവശ്യമായി തന്നെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് എന്തോ എന്ത് ക്രീമാ? സൺക്രീം പേര്
അത് നമുക്ക് സൺസ്ക്രീൻ നേരിട്ട് കണ്ടതിന് ശേഷമാണ് പറയാൻ പറ്റുന്നത്. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് വേറെ ആയിരിക്കും, എല്ലാവർക്കും ഒരേ ടൈപ്പ് സൺസ്ക്രീൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടതിന് ശേഷമാണ് എന്ത് ടൈപ്പ് സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. അതുമല്ല ഈ 10 വർഷമായിട്ട് പിഗ്മെന്റേഷൻ കൂടി വരുന്നത് അത്യാവശ്യമായും ഡോക്ടർ കാണിക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പൊ ഭയങ്കര നടക്കുമ്പോ ഭയങ്കരമായി വിയർക്കുന്ന ഡോക്ടർ, മുഖം അങ്ങ് വിയർത്ത്. ഹോർമോൺ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? തൈറോയിഡോ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടറെ ഇല്ല. നോക്കിയിട്ടില്ല എന്നാണോ? ഇല്ല എന്നാണോ? ഉണ്ട് പ്ലച്ചറും. തൈറോയിഡ് നോക്കിയിട്ടുണ്ടോ? തൈറോയിഡ് ഇല്ല, നോക്കിയിട്ടുണ്ട് പക്ഷെ ഇല്ല. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡോക്ടർ എവിടെയാ ഇരിക്കുന്നത്? ഞാന് കൊല്ലം കടപ്പാക്കട ടൗൺ തിരുത്തിയിലാണ് ക്ലിനിക്ക്. ആണോ? ഡോക്ടറുടെ പേരെന്തോ ഡോക്ടർ? എന്റെ പേര് അപർണ. അപർണ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ ചേച്ചി, അപ്പോൾ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഞാൻ ഒരു സോറിയാസ് പേഷ്യന്റ്, 30 കൊല്ലമായിട്ടുണ്ട്. അത് സ്റ്റാർട്ട് സോറിയാസ്, സെബോസോറിയാസ് ആണ്. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, മുടി ഫുള്ള് ഏകദേശം കുഴിഞ്ഞു പോയി. അപ്പൊ നമ്മൾ ഈ ഫുഡ് ഹാബിറ്റ് എന്തൊക്കെയാണ് നമ്മൾ റിജക്ട് ചെയ്യേണ്ടതും അബ്സോർവ് ചെയ്യേണ്ടതുമായിട്ടുള്ളത്? സോറിയാസിസ് കൂടുതലും ഡെർമറ്റോളജിസ്റ്റിനെയാണ് സർ കാണിക്കേണ്ടത്. അപ്പോൾ നേരത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നോ? കാണിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 20 കൊല്ലം മുമ്പാണ് കാണിച്ചത്. അപ്പം കുറച്ച് മറ്റേ സാനിറ്ററിക് ലോഷനും കോട്ടറൊക്കെ മിക്സ് ചെയ്തൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം കുറവുണ്ടായിരുന്നു അല്ലേ? അപ്പം കുറവുണ്ടായിരുന്നു. പിന്നെ അയോണക്സ് ടീ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്തും ഇത് കുറയും, പിന്നെയും നിർത്തുമ്പം പിന്നെയും പഴയ കണക്ക് തന്നെ കയറി വരികയാണ്. അതെ, സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ അല്ലെങ്കിൽ ഒരു പുതിയ ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. സോറിയാസിസ് അത്യാവശ്യമായി ട്രീറ്റ്മെന്റ് തന്നെ തേടേണ്ട ഒരു ഇഷ്യൂ ആണ്. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ മറ്റൊരു കോള് കൂടെ ഉണ്ട്. ഹലോ. നമസ്കാരം ഡോക്ടർ. എന്റെ മുടിയെല്ലാം പൊഴിഞ്ഞ് ഒരുമാതിരി വികൃതമായി, ഒരുപാട് എണ്ണകൾ തേക്കുന്നു, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. ചേച്ചിക്ക് എത്ര വയസ്സായി ഇപ്പോ? 38 വയസ്സുണ്ട്. 38 വയസ്സിനകം ഇപ്പൊ എത്ര കാലമായി ഭയങ്കര ഒരുപാട് മുടി കൊഴിയാൻ തുടങ്ങിയിട്ട്? അധികം പൊഴിയുന്നില്ല, പക്ഷെ അതിനകത്ത് 4-5 മുടി പോലെ ഇച്ചിരി മുടിയേ ഉള്ളൂ, ഒരു പിടി മുടി. നേരത്തെ തൊട്ടേ മുടി കുറവായിരുന്നോ അതോ ഇപ്പൊ പെട്ടെന്ന് മുടി കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ടോ? ഇപ്പൊ കുറഞ്ഞതുപോലെ തോന്നുന്നു. നേരത്തെ ഉള്ളതിനെക്കാട്ടി ഒരുപാട് കുറഞ്ഞതുപോലെ തോന്നുന്നു. ഉള്ളു കുറഞ്ഞതുപോലെ തോന്നുന്നോ? ഉള്ളും ഇല്ല, ഒട്ടുമില്ല. ഈ ഒരു 2 വർഷത്തിനകമാണ് ഇത്രയും കുറഞ്ഞത്. തൈറോയിഡ് പ്രശ്നങ്ങളോ PCOD അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോക്കിയിട്ടുണ്ടോ? തൈറോയിഡോ PCOD പോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നും ഇല്ല. നോക്കിയിട്ടുണ്ടോ അതോ ഇല്ല? നോക്കിയിട്ടുണ്ടോ? അത് നോക്കിയിട്ടില്ല. നമുക്ക് വേഗം പെട്ടെന്നൊന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഉള്ളു വേഗം കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഹോർമോണത്തിന്റെ വ്യതിയാനങ്ങൾ കൊണ്ടായിരിക്കാം വരുന്നത്. അപ്പൊ അതൊന്ന് നേരിട്ട് കണ്ട് നമ്മൾ ആ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിന്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് ഒന്ന് നോക്കേണ്ടത് തന്നെയാണ്. അടുത്തുള്ളൊരു ഡോക്ടറെ അടുത്ത് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ക്ലിനിക്ക് കടപ്പാക്കടയിലാണ്. അതെ. ശരി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രധാന ഇപ്പൊ മുടി കൊഴിച്ചിൽ ഒരുപാട് ശ്രോതാക്കൾ പറയുന്നുണ്ട്. അപ്പോ ഈ മുടി കൊഴിച്ചിലിന്റെ ഒരു പ്രധാന ട്രീറ്റ്മെന്റ് ആണല്ലോ PRP ട്രീറ്റ്മെന്റ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ? PRP ഇപ്പോ നമ്മൾക്ക് എല്ലാ കേസസിലും PRP ഇഫക്റ്റീവ് ആവണം എന്നില്ല. PRP ആദ്യമേ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഹെയർ ഫോള് വരുന്നത് എന്നുള്ളത് ഒരു അസസ്മെന്റ് ചെയ്യണം. ഇപ്പൊ ആണുങ്ങളിലാണെന്നുണ്ടെങ്കിൽ
അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫാമിലിയിലായിട്ട് ജനറ്റിക്സ് കൊണ്ടാണോ വരുന്നത് എന്നുള്ളത് നോക്കണം. അങ്ങനെയുള്ളൊരു കേസിൽ തുടക്കം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി തുടക്കത്തിൽ ഒരു നെറ്റ് ഇറക്കമായിരിക്കും. പിന്നെ അത് നമ്മൾ ക്രൗണിൽ നിന്ന് ഹെയർ ലോസ് എന്ന് പറയും. വേർട്ടെക്സ് ഏരിയയില് തലയുടെ പിറകു വശത്തുനിന്ന് ഹെയർ ലോസ് കൂടുതലായിട്ട് വരുന്നു. ആ ഒരു പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ PRP പോലുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും. PRP എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ബ്ലഡ് തന്നെ എടുത്ത് നല്ല ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു കമ്പണന്റ് തന്നെ എടുത്തിട്ടാണ്, അതിന്റെ ഒരു ഭാഗം തന്നെ എടുത്തിട്ടാണ് നമ്മൾ തലയിലോട്ട് ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ PRP എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളത്, പുതിയ മുടികൾ വരുത്താൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണ് PRP എന്ന് പറയുന്നത്. അതിന്റെ തന്നെ ഒരു പുതിയൊരു ഫോമാണ് GFC PRP എന്ന് പറയുന്നത്. GFC എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബ്ലഡ് എടുക്കുന്ന ട്യൂബിൽ തന്നെ ഗ്രോത്ത് ഫാക്ടർ ആക്ടിവേറ്റേഴ്സ് കാണും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഈ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സാധനങ്ങൾ ഫാക്ടേഴ്സിനെ കൂടുതലായിട്ട് കൊണ്ടുവന്ന് അത് PRPയുടെ തന്നെ പുതിയൊരു ഫോമാണ്. അത് നമുക്കൊരു 2 PRP ചെയ്യുന്നതിന്റെ ഒരു ഇഫക്റ്റ് ആണ് ഇപ്പോൾ ഒരു GFC ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് വരുമ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഹെയർ ഫോളിൽ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് കാണുന്നത്. ഓക്കെ ഡോക്ടർ, അതുപോലെ ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഗ്ലൂട്ടാതയോൺ. അതിന്റെ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്, ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യുന്നത്, ഇത് എത്രത്തോളം ഫലപ്രദമാണ്? ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ തന്നെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോൾ നമ്മളിത് സപ്ലിമെന്റ് ഇപ്പോൾ കൂടുതലുമായിട്ട് ഇത് സപ്ലിമെന്റ് ചെയ്യാറുണ്ട്, ടാബ്ലറ്റ്സ് ആയിട്ട് കഴിക്കാറുണ്ട്. IV ഗ്ലൂട്ടതയോൺ എന്ന് പറയും. നമ്മൾ ഇപ്പോൾ ഒരു ഡ്രിപ്പ് ഇടുന്നത് പോലെ ഗ്ലൂട്ടതയോൺ നമ്മുടെ ശരീരത്തോട്ട് ഇൻജെക്ട് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഒരു സ്കിൻ ടോൺ ഇംപ്രൂവ്മെന്റ്, ഭയങ്കരമായിട്ട് നിറം വ്യത്യാസം വരും എന്നല്ല. ഇപ്പൊ ഒരു പിഗ്മെന്റേഷൻ ഉള്ള ഒരാളാണ്, മുഖത്തൊരു കരിവാള്, ഇപ്പൊ നേരത്തെ നമ്മളൊരു കോളർ വിളിച്ചതുപോലെ കുറച്ച് പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് ആ ഒരു പിഗ്മെന്റ് ഒന്ന് ഇംപ്രൂവ്ഡ് ആയിട്ട് വരുന്നതായിരിക്കും നോട്ടീസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലും ഇതൊരു ടോപ്പിക്കലി പുറമെ സ്കിന്നിന്റെ പുറമെ വൈറ്റമിൻ C നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോപ്പിക്കലി അപ്ലൈ ചെയ്യാനും കൊടുക്കാറുണ്ട്. ഈ IV ഗ്ലൂട്ടതയോണിന്റെ മെയിൻ്റെനൻസ് നമ്മളിപ്പോൾ ഒരു IV മാസം തോറും ആയിരിക്കും ഇടുന്നത്. അപ്പോൾ മാസം തോറും ഇടുന്നത് എല്ലാ തവണയും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു IV എടുക്കുന്ന ഗ്ലൂട്ടതയോൺ മെയിൻറ്റെയിൻ ചെയ്ത് അതിന്റെ റിസൾട്ട് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കാൻ ടാബ്ലറ്റ്സ് ആയിട്ട് ഗ്ലൂട്ടതയോൺ കൊടുക്കാറുള്ളത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ടോണേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണോ? ടോണേഴ്സ് കൂടുതലും നമ്മുടെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ വിച്ച് ഹേസൽ അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ എന്നൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്. ടീ ട്രീ ഓയിൽ അല്ലെങ്കിൽ വിച്ച് ഹേസൽ എന്നൊക്കെ പറയുന്നത് എണ്ണമയം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എണ്ണമയം കുറയ്ക്കും. അതേപോലെ നമ്മുടെ സ്കിന്നിന്റെ pH ലെവൽ കുറച്ചുകൂടെ കൺട്രോൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ടോണേഴ്സ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓക്കെ, അതുപോലെ പ്രധാനമായിട്ടും മറ്റൊരു സംശയം കൂടെ ഉണ്ട്. ഇപ്പൊ താരന്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാവരും പറയും എണ്ണ തേച്ച് കുളിച്ചാൽ താരൻ വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ എണ്ണ തേക്കുന്നത് ഒരാഴ്ചയിൽ 1-2 തവണയെ എണ്ണ തേക്കാം, പ്രശ്നമില്ല. ഹെയർ ഗ്രോത്തിന് എണ്ണ തേക്കുന്നത് പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ എവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ എണ്ണമയം തലയിലിരുന്ന് ഈർപ്പമായിട്ടിരിക്കുമ്പോഴാണ് പിന്നെ ഒരു ഡാൻഡ്രഫിന് വഴിയൊരുക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് എണ്ണ തേക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആഴ്ചയിൽ 1-2 തവണ നമുക്ക് എണ്ണ തേക്കാം. ഒരു 20 മിനിറ്റ് ഇട്ടിട്ട് കംപ്ലീറ്റ്ലി വാഷ് ചെയ്ത് കളയാം ഷാംപൂ ഉപയോഗിച്ച്. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും നമുക്ക് പുതിയ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സുകളോ എന്തെങ്കിലും ഉണ്ടോ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് പറയാനായിട്ട്? സ്കിൻ കെയറിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഷാംപൂസ് അങ്ങനെ എന്തെങ്കിലും. ഷാംപൂസ് പറയുമ്പോൾ ഇപ്പോൾ ഓയിലി സ്കാൽപ്പ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് എണ്ണമയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്കാൽപ്പ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലിസിലിക് ആസിഡിനെ നമ്മൾ മുഖത്ത് തേക്കുന്നത് തന്നെ പറഞ്ഞില്ലേ, സാലിസിലിക് ആസിഡ് അടങ്ങുന്ന ഹെയർ വാഷസ് ഉണ്ട്, തലയിൽ യൂസ് ചെയ്യുന്ന ഷാംപൂസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുപാട് ഒരുപാട് പതയ്ക്കാത്ത പ്രോഡക്ട്സുകൾ നോക്കുക എന്നുള്ളത്. ഒരുപാട് പതയ്ക്കുന്നത് നമ്മുടെ തലയിലെ എസെൻഷ്യൽ ഓയിൽസ്, നമുക്ക് നമ്മുടെ തല തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് എണ്ണയുണ്ട്, അതും കൂടെ വാഷ് ഓഫ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഷാംപൂസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ സ്കാൽപ്പിന് പറ്റുന്ന ഒരു ഷാംപൂ തിരഞ്ഞെടുക്കുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് അത് തന്നെ ഉപയോഗിക്കുക.
സ്കിൻ കെയർ എന്ന് പറയുന്നതും അതേപോലെ തന്നെയാണ്. കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ സ്കിന്നിന് വ്യത്യാസം വരുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് പ്രിയ ശ്രോതാക്കളോട് ഡോക്ടറിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താണോ നമുക്ക് കൊടുക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ. അപ്പോൾ ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അനൂപ് ന്യൂ ലൈഫ് കെയറിലെ കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടർ അപർണ കൃഷ്ണയാണ്. അപ്പോൾ ഡോക്ടറിന്റെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും റേഡിയോ ബെൻസിക്കിന്റെ പേരിൽ തന്നെ നന്ദി പറയുകയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു.